അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അന്നെല്ലാം ചർച്ച ചെയ്തതാണ് രാജ്യരക്ഷ, വിദേശ നയം, കറൻസി, പൊതുവായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി പോലുള്ള വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള അധികാരങ്ങളിൽ മഹാഭൂരിപക്ഷവും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന നിലയിൽ പൂർണ്ണമായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്. എവിടെയാണ് കൈമാറ്റം ചെയ്യപ്പെടുക? എവിടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്? ഇന്ത്യയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. നിയമം നിർമ്മിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞത് ശരിയാണ്. പക്ഷേ കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് അധികാരങ്ങൾ മുഴുവൻ നിലനിർത്താനുള്ള പ്രവണതയാണ് ഇപ്പോഴും ശക്തിപ്പെട്ടു വരുന്നത്. അധികാര വികേന്ദ്രീകരണമല്ല. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അധികാരങ്ങൾ സഹകരണ മേഖല ഉൾപ്പെടെ എല്ലാം കേന്ദ്ര വിദ്യാഭ്യാസം ഉൾപ്പെടെ അതെല്ലാം മുമ്പ് കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്, സ്റ്റേറ്റ് പട്ടികയിലുണ്ടായിരുന്നത് ഒക്കെ കേന്ദ്ര പട്ടികയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തെ നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാം? ഇപ്പോൾ LSDD എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വകുപ്പിന്റെ ഭാഗമായിട്ട് മാറി. മുമ്പ് 3 മന്ത്രിമാരൊക്കെ കൈകാര്യം ചെയ്തായിരുന്നു. അത് മാറി. അത് മാറ്റുന്നതിന് നമുക്ക് സാധിച്ചു. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതിന്റെ ഭാഗമായിട്ട് ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ജനകീയമായി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോകുന്ന സ്ഥിതിയിലേക്ക് ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട്. 3 മാസമാകുമ്പോഴേക്ക് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടണം. ഒരു തരത്തിലുള്ള ഗവൺമെന്റ് മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി അധികാര വികേന്ദ്രീകരണത്തിന്റെയും ജനകീയാസൂത്രണത്തിന്റെയും തലം തകരാൻ പാടില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ CP ജോൺ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. വേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ പരിസ്ഥിതിയിൽ അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും സംയുക്തമായി പോയപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം നേട്ടം ലോകത്തിന്റെ മുമ്പിൽ ഒരു പുതിയ മാതൃക കേരളം മുന്നോട്ടേക്ക് വെച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞത് അമർത്യ സെന്നാണ്. അമർത്യ സെൻ 2 ഘട്ടങ്ങളിലായിട്ട്, ഒന്ന് കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, മറ്റൊന്ന് കേരളത്തിൽ വരാതെ തന്നെ സെമിനാറിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. നമ്മുടെ സാമൂഹിക ജീവിതത്തെ, പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യരെ നല്ല പോലെ മുന്നോട്ടേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കും. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളിലൂടെയാണ്. അതുപോലെ കേരളത്തിന്റെ പൊതുവായ വളർച്ച, വികസനം, ആ വികസന പ്രക്രിയയിലും ഫലപ്രദമായി ഇടപെടാൻ നമുക്ക് സാധിക്കും. ഗുണമേന്മയുള്ള വികസന പ്രക്രിയക്ക് ആക്കം കൂട്ടാൻ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കേരളത്തിനായി സമാനതകളില്ലാത്ത രീതിയിൽ കേരളം ആ മേഖല മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴേ ഏറ്റവും അവസാനം പറഞ്ഞപ്പോൾ അമർത്യ സെൻ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിച്ചു. രാജ്യത്ത് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഒരു നാട്, ദാരിദ്ര്യരേഖ ഏറ്റവും കൂടുതൽ ആളുകൾ ദാരിദ്ര്യരേഖ പിന്നണിയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു 61 സെൻസസ് അനുസരിച്ച് കേരളം. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, പൊതുവേ സംസ്ഥാനം പിന്നോക്കമാണ്. എന്നാൽ ഈ സംസ്ഥാനം പിന്നോക്കം നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ നടത്തിയ സാമൂഹ്യ ഇടപെടലിന്റെ ഭാഗമായി കേരളം ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായി. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തികമായിട്ട് ഇതര സംസ്ഥാനങ്ങൾ പരിശോധിച്ചുകൊണ്ട് തമിഴ്നാടായാലും അതുപോലെ തന്നെ മറ്റിതര സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നമ്മൾ പിന്നോക്കം തന്നെയാണ്. പക്ഷേ ഈ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമായ കേരളം, അവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യന്റെ ജീവിതം മറ്റിതര സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട തലത്തിൽ മുന്നോട്ടേക്ക് നയിക്കാൻ അവരെ പ്രാപ്തമാക്കി. അതിനെ അമർത്യ സെൻ പറഞ്ഞ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും സാമൂഹ്യക്ഷേമ മേഖലയിലായാലും ലോകത്തിന് മാതൃകയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കേരള മോഡൽ. ഈ മോഡൽ
മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു നാട്. ചോദ്രീതോ ജനാധിപത്യ വിപ്ലവം നടന്നൊന്നുമല്ല, ശരിക്കും മുതലാളിത്തം. ഈ മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു നാട്ടിൽ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചാൽ നല്ല മെച്ചപ്പെടൽ നേടാൻ അവർക്ക് സാധിച്ചു. സാമ്പത്തിക സ്ഥിതി വെച്ച് പരിശോധിച്ചാൽ മറ്റിതര സംസ്ഥാനങ്ങളെക്കാളും പിന്നിലാണ് നമ്മൾ. പക്ഷെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളത് കേരളത്തിന്റെ പാഠം ലോകം പഠിക്കേണ്ടതാണ് എന്നാണ് അമർത്യ സെൻ പറഞ്ഞതിന്റെ പൊരുൾ. അതുകൊണ്ട് അത് ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലം അത് സെമിനാറിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടി ആവർത്തിച്ച് വിശദീകരിച്ചു. മാറ്റാം, വലിയ മാറ്റമാണ്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടില്ല. കേരളത്തിന്റെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യകതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുതിയ കണ്ടെത്തലുകളും ചർച്ചകളും ഇവിടെ 10-12 സെഷനുകളിൽ 2 പ്രധാനപ്പെട്ട പ്രത്യേക സെഷനുകൾ ഉൾപ്പെടെ 14 സെഷനിൽ ഇന്ന് വൈകുന്നേരം 4:30 മണി വരെയുള്ള ചർച്ച നമ്മൾ നടത്താൻ പോകുന്നത് ഈ മേഖലയിലാണ്. അതിൽ ജൻസി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് എങ്ങനെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് ശക്തിപ്പെടാൻ കഴിയും, ബന്ധപ്പെടാൻ കഴിയും, അവരൊക്കെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ 30 കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ അവർക്ക് സ്വായത്തമാക്കാൻ ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ നമുക്കാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ചർച്ച ചെയ്യണം. ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. അതൊരു പ്രപഞ്ച നിയമമാണ്, മാറ്റാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് പുതിയ തലമുറയും ആ തലമുറയുടെ ഇന്നത്തെ ഒരു രീതിയുണ്ട്, ആ രീതിയുടെ വ്യത്യസ്തതയും എല്ലാം മനസ്സിലാക്കി ജനങ്ങളുടെ മുഴുവൻ, അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം, ജനങ്ങളുടെ മുഴുവൻ ആസൂത്രണ പ്രക്രിയയായി ജനകീയ ആസൂത്രണത്തെ മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പുതിയ ജൻസി വിഭാഗത്തെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും?